സാഹിത്യത്തിന്റെ വളർച്ചയിലും വികാസത്തിലുമൊക്കെ വളരെ പ്രാധാന്യമുള്ള ഒരു സാഹിത്യശാഖയാണ് വിവർത്തന സാഹിത്യം എന്ന് പറയുന്നത്. ഇപ്പോൾ മലയാളത്തിലേക്ക് നോവലുകളും ചെറുകഥകളും ഒക്കെ എത്തുന്നത് വിവർത്തനത്തിലൂടെയാണ്. ഇപ്പോൾ മലയാള സാഹിത്യം ലോക സാഹിത്യങ്ങൾക്കൊപ്പം നിൽക്കുന്ന രീതിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരു വിവർത്തകനാണ് എനിക്കൊപ്പം ഉള്ളത്, AJ തോമസ്. ദ ഗ്രേറ്റസ്റ്റ് മലയാളം സ്റ്റോറീസ് എവർ ടോൾഡ് എന്ന രീതിയിൽ അദ്ദേഹം ഇപ്പോൾ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിനകത്തുള്ള കഥകൾ, 50 കഥകളുണ്ട്, എങ്ങനെ സെലക്ട് ചെയ്തിരിക്കുന്നത്? ഈ 50 കഥകൾ സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിന്റെ ഒരു ക്രൈറ്റീരിയൻ വെൽ ഫോംഡ് സ്റ്റോറീസ്. ഇപ്പോൾ 1891 തുടങ്ങിയ വാസനാവികൃതി എന്ന് പറയുന്ന വെങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ ആദ്യ മലയാള കഥ, ആദ്യം പബ്ലിഷ് ചെയ്ത മലയാള കഥ തുടങ്ങി പിന്നെ ഒരു ഏർലി മലയാളം സ്റ്റോറീസ് എന്ന് പറയാവുന്ന ഒരു 30s വരെയും വരുന്ന കാലഘട്ടത്തിലുള്ള വെൽ ഫോംഡ്, എല്ലാ ലക്ഷണവും ഒത്ത ചെറുകഥയല്ലായിരുന്നു. അതിനെല്ലാം ഒരു നിയതമായിട്ടുള്ള ഒരു ഇന്റർനാഷണൽ വെസ്റ്റേൺ മോഡലാണുള്ളത്. അതിൻ്റെ ഫോമൊക്കെ തികഞ്ഞു വരുന്നത് ജീവൽ സാഹിത്യം എന്ന് പറയുന്ന സാഹിത്യശാഖ തുടങ്ങി ഉറച്ച് വരുന്ന 30കളുടെ ആദ്യമാണ്. ആ 30കളുടെ ആദ്യമുള്ള പ്രധാനപ്പെട്ട എഴുത്തുകാരിൽ ലളിതാംബിക അന്തർജനമുണ്ട്, തകഴിയുണ്ട്, കേശവദേവുണ്ട്, ബഷീറുണ്ട്, പൊൻകുന്നമുറിക്കുണ്ടല്ലോ ഇറ്റലിയ. പിന്നെ 40കളിലേക്ക് വരുമ്പോൾ സരസ്വതി അമ്മയുണ്ട്. അപ്പം ഇവരുടെ എല്ലാം കഥകളാണ് ആദ്യം വരുന്നത്. ഏതുവരെ നീലകണ്ഠപിള്ള പ്രധാനപ്പെട്ടതാണ്. ഇപ്പോഴുള്ള ഈ കഥ ഇതിനകത്ത് ഏറ്റവും അവസാനം വരുന്നത് ചന്ദ്രമതിയുടെ കഥയാണ്. അത് കാരൂര് തൊട്ട് ചന്ദ്രമതി വരെയുമുള്ളവരുടെ 50 കഥകളാണ് വരുന്നത്. അപ്പം ദ ഗ്രേറ്റസ്റ്റ് മലയാളം സ്റ്റോറീസ് എവർ ടോൾഡ് എന്ന് പറയുന്നത് ഒരു സീരീസിന്റെ ഭാഗമാണ്. 13 ഇതുപോലെയുള്ള ബാക്കിയുള്ള ഇന്ത്യൻ ഭാഷകളിൽ നിന്നുള്ള ദി ഗ്രേറ്റസ്റ്റ് ഒഡിയ സ്റ്റോറീസ്, ദി ഗ്രേറ്റസ്റ്റ് ഉറുദു സ്റ്റോറീസ്, ദി ഗ്രേറ്റസ്റ്റ് കാശ്മീരി സ്റ്റോറീസ്, ദി ഗ്രേറ്റസ്റ്റ് ഗോവൻ സ്റ്റോറീസ്. കൊങ്കണി എന്ന് പറയല്ല, ഗോവൻ എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു സീരീസിന്റെ അവസാനമാണ് ഇപ്പോൾ ഇടയ്ക്കിരിക്കുന്ന ഗ്രേറ്റസ്റ്റ് മലയാളം സ്റ്റോറീസ്. ഇപ്പം ഇത് ശരിക്ക് അവരുടെ ഒരു ട്രേഡ്, അവരുടെ ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കും കൂടി ഉണ്ട് അതിനകത്ത്. കാര്യം ദി ഗ്രേറ്റസ്റ്റ് സ്റ്റോറീസ് എവർ ടോൾഡ് എന്ന് പറയുന്ന ഒരു ഹോളിവുഡ് ക്ലാസിക് ഉണ്ട്, ജീസസ് ക്രൈസ്റ്റിന്റെ ജീവിതത്തെ ബേസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു അനുരണനങ്ങൾ എല്ലാ വായനക്കാരുടെയും എല്ലാവരുടെയും മനസ്സിലുണ്ട്. അപ്പോൾ അതിലേക്ക് ക്യാപിറ്റലൈസ് ചെയ്യുന്ന ഒരു ചെറിയ ഹൈപ്പർ ബോൾ പോലെ ചേർത്ത് വന്നിരിക്കുന്നതാണ്. പക്ഷേ അതൊരു വലിയൊരു ക്യാച്ചിങ് ടൈറ്റിലാണ് വാസ്തവത്തിൽ. ഇപ്പോൾ ഈ വില്യം ഡാൽറിംഗിൾ തുടങ്ങിയ കുറേ ആൾക്കാർ എന്നോട് അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ഇന്ന് ഇവിടെ പറയുമ്പോഴത് ആ ടൈറ്റിൽ ഹാസ് വൺ ഹാഫ് ദ ബാറ്റിൽ എന്നുള്ളതിലാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം അങ്ങനെയാണ്, എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു വരുന്ന ഒരു ടൈറ്റിലാണ്. ഇന്റർനാഷണൽ ലെവലിൽ അടയാളപ്പെടുത്തപ്പെടേണ്ട കഥകളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ ഈ ടൈറ്റിലിന് തന്നെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അലിഫ് ബുക്ക് കമ്പനി എന്നെ ഇത് കമ്മീഷൻ ചെയ്യുമ്പോഴേ, ഞാൻ കമ്മീഷൻ ചെയ്തവർക്കാണത്. കമ്മീഷൻ ചെയ്യുമ്പോൾ ഞാൻ മലയാളത്തിൽ നിന്നുള്ള ഗ്രേറ്റസ്റ്റ് തന്നെ സെലക്ട് ചെയ്യാനായിട്ടുള്ളൊരു ബാധ്യതപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു ഒരു ബൈൻഡിങ് ആയിട്ടുള്ള സംഗതിയും കൂടെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഗ്രേറ്റസ്റ്റ് നമുക്ക് ഉത്തമ ബോധ്യമുള്ളത് എൻ്റെ പേഴ്സണൽ ബോധ്യം മാത്രമല്ല. ഇപ്പോൾ ആദ്യത്തെ ഇപ്പം പറയുന്ന കഥകളുടെ എല്ലാം എന്ന് പറയുന്നത് എക്കാലത്തെയും വലിയ കഥകളെന്ന് എല്ലാവരും എപ്പോഴും പുകഴ്ത്തുന്ന കഥയാണ്. ഇപ്പം കാരൂരിൻ്റെ മരപ്പാവകളാണെങ്കിലും, ശബ്ദിക്കുന്ന കഥ ഇപ്പം പൊൻകുന്നവർക്കിടെയാണെങ്കിലും സെലക്ട് ചെയ്തിരിക്കുന്ന എനിക്കൊരു കഥയുള്ളതെന്ന് തോന്നുന്നു, വിശ്വവിഖ്യാതമായ മൂക്കുണ്ട് ബഷീറിന്റെ. ഈ മലയാളത്തിന്റെ ഒരു ഭാഷാ സൗന്ദര്യം എന്ന് പറയുന്നത് അതൊരു കൊളോക്കിയൽ ആയിട്ടുള്ള സൗന്ദര്യം കൂടിയുണ്ട് അതിനകത്ത്. അതിന്റെ ഒരു ഇപ്പോൾ ബഷീർ ലൊട്ടിലൊടുക്കുന്നൊക്കെ പറയാറുണ്ട്, ആഖ്യാഖ്യാഖ്യൊക്കെ എന്ത് കുന്ത്രാണ്ടാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഭാഷാ സൗന്ദര്യത്തെ തർജ്ജമ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിനൊരു മലയാളത്തിന്റെ അതേ ഒരു തനിമ കൊണ്ടുവരാൻ പറ്റാറില്ല എന്നുള്ളതാണ് സത്യം. കാര്യം ഈ ബഷീറിന്റെ ഫലിതത്തിന്റെയോ അല്ല ലൊട്ടിലൊടുക്കിന്റെയോ മാത്രം പോലെയല്ല, നമുക്ക് ONVയുടെ ലളിത സംഗീതം, സിനിമാ സംഗീതം അടക്കമുള്ള ആ ശാഖയിൽ വരുന്ന സാഹിത്യശാഖയായിട്ടുള്ള ലിറിക്സ് ഉണ്ട്. അത് അതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഈ ഭാഷയ്ക്ക് മാത്രമുള്ളൊരു സ്വത്താണ്. അല്ലെങ്കിൽ ഏത് ഭാഷയ്ക്കും, അതിപ്പോൾ തമിഴിലാണ് തമിഴിന് അവർക്കുള്ള ഒരു പ്രത്യേക സംഗതിയാണത്. ആ ഒരു ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. എന്താ പറയണ്ടേ, ആ പ്രത്യേകതകൾ അതുപോലെ വേറൊരു ഭാഷയിലേക്ക് എടുത്തു വെക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ മറ്റൊരു ഭാഷ എന്ന് പറയുന്നത്. മറ്റൊരു ഭാഷയിലേക്ക് നമ്മൾ പോകുമ്പോൾ ആ ഭാഷയുടെ എല്ലുകകളിൽ നിന്ന് നമുക്ക് ഓർക്കാൻ പറ്റുള്ളൂ.